വെൽക്കം ടു ACS ഓൺലൈൻ ക്ലാസ്. നമ്മൾ കുറച്ച് ഡേയ്സ് ആയില്ലേ മാത്സ് ഒക്കെ പഠിച്ചിട്ട്. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നമുക്ക് പുതിയ ചാപ്റ്റർ പഠിക്കാം. ചാപ്റ്റർ 5 ഡസ് ഇറ്റ് ലുക്ക് ദ സെയിം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ മിറർ ഇമേജസിനെ കുറിച്ചും ഏത് പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഇമേജിനെ നിങ്ങൾക്ക് മിറർ ഇമേജ് ആക്കാൻ അല്ലെങ്കിൽ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിയററ്റിക്കൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് വർക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ജസ്റ്റ് തിയറികൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ. നമ്മുടെ ലോജിക് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഈ ചാപ്റ്റർ എന്നറിയും. അല്ലാതെ നമുക്ക് വർക്കിംഗ്സ് ആയിട്ട് അധികം ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഓക്കെ, മിറർ ഇമേജ് എന്താണെന്ന് അറിയണം. ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലാണ് നമുക്ക് മിറർ ഇമേജ് കിട്ടുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയണം. ഒരു ഒബ്ജക്റ്റിനെ തന്നാൽ അതിന് മിറർ ഇമേജ് എങ്ങനെ ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, പേജ് നമ്പർ 71. Does it look the same? Let's make patterns from a drop of color. I have made these patterns from a drop of color. You can make them too. ഒരു കുട്ടി പറയാണ്, കണ്ടില്ലേ, ഒരു ഡ്രോപ്പ് മഷി കൊണ്ട് ഞാൻ 2 പാറ്റേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു ഡ്രോപ്പ് മഷി കൊണ്ട് 2 പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പാറ്റേൺ എ, പാറ്റേൺ ബി. കണ്ടില്ലേ, ആ ഒരു കുട്ടി ഒരു ഡ്രോപ്പ് മഷി കൊണ്ടാണ് അത്രയും പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. Make your pattern. ഇനി നിങ്ങൾ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. Take a sheet of paper. ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. Fold it into half. അതിനെ 2 ആയിട്ട് മടക്കുക. ഓക്കെ, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മടക്കുക. ഒരു പേപ്പർ എടുക്കുക, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മടക്കുക. Open the fold and put a drop of color on the middle line. നമ്മൾ ഒരു പേപ്പർ എടുത്ത് 2 ഈക്വൽ ഭാഗങ്ങളായിട്ട് മടക്കി. എന്നിട്ടോ ആ മടക്കിയ ഭാഗം നിവർത്തി വെച്ചിട്ട് ആ മടക്കിന്റെ അവിടെ ഒരു ഡ്രോപ്പ് മഷി ഒഴിച്ചു കൊടുക്കുക. Fold it twice and press it to spread the color. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ 2 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് ആ ഒരു ഡ്രോപ്പ് മഷി ഇവിടെ എല്ലാവരും സ്പ്രെഡ് ആവാൻ വേണ്ടി അനുവദിക്കുക. ഓക്കെ, നമ്മൾ ഞെക്കിയൊക്കെ കൊടുക്കുക. അപ്പൊ മഷി എല്ലാവരും പല ഷേപ്സിലൊക്കെ ആയിട്ട് എന്താണ് സ്പ്രെഡ് ആവും. ഓപ്പൺ ഇറ്റ് ആൻഡ് സീ എ ബ്യൂട്ടിഫുൾ പാറ്റേൺ. എന്നിട്ട് നിങ്ങൾ ആ പേപ്പർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അപ്പോഴെന്താണ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് എന്താണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. Can you cut this pattern in such a way that you get 2 similar mirror halves? In how many ways can you do it? Okay, അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ഡ്രോപ്പ് ഇങ്ക് പെൻ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഒരു ചോദ്യം കണ്ടോ, നിങ്ങൾക്ക് എന്താണ് ഈ പാറ്റേണിനെ 2 മിറർ ഹാഫ്സ് ആക്കാൻ സാധിക്കുമോ? എത്ര വിധത്തിൽ ആ ഒരു പാറ്റേണിനെ 2 മിറർ ഹാഫ്സ് ആക്കാൻ സാധിക്കും? മിറർ ഹാഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? ഇപ്പൊ നമ്മുടെ ഒരു കൈ, ഈ റൈറ്റ് ഹാൻഡ്, ഈ റൈറ്റ് ഹാൻഡിലെ മിറർ ഇമേജ് ആണ്, അല്ലെ മിറർ ഹാഫ് ആണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്. അതെങ്ങനെ മനസ്സിലാവും? നമ്മൾ ഈ റൈറ്റ് ഹാൻഡിൽ നമ്മൾ ഒരു കണ്ണാടിയിൽ വെച്ച് നോക്കിക്കേ, കണ്ണാടി നേരെ നോക്കിക്കേ. അപ്പൊ നമ്മുടെ ഹാൻഡ് ഏതാണ്? ഇവിടെയാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മിസ്സിന്റെ ഈ ഒരു പൊസിഷനിലല്ലേ എന്താണ് നമ്മുടെ മിസ്സിന്റെ തമ്പ് വന്നേക്കുന്നത്. പക്ഷെ മിററായിട്ട് കാണുമ്പോൾ എന്താണ് ആ തമ്പ് എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിട്ടുന്നത്, അല്ലെ? മിറർ ഹാഫ് എന്ന് കാണിക്കും. മിറർ ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കാണിക്കുന്ന ഇമേജിനെ തിരിച്ച് നമ്മൾ അങ്ങനെ നേരിട്ട് ഒരു സൈഡ് തിരിഞ്ഞ് നമ്മൾ കാണാൻ സാധിക്കും, അല്ലെ? ഇപ്പൊ എന്റെ ഈ ഒരു ഹാൻഡിനെ എനിക്ക് എന്റെ മറ്റേ ഹാൻഡുമായിട്ട് ഒരുമിച്ച് ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ലേ? 2 ഒരേപോലത്തെ എന്റെ കൈകൾ തന്നെയല്ലേ, അല്ലേ? അപ്പൊ എന്താണ് എന്റെ ഈ കൈയുടെ മിറർ ഇമേജ് ആയിരിക്കും ഈ കൈ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ കൈ കണ്ണാടിയിൽ കാണിച്ചാൽ തിരിച്ച് കാണുന്ന ആ ഒരു ഇമേജ് എന്തായിരിക്കും? എന്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ നോക്കി കാണുന്ന പോലെ ആയിരിക്കത്തില്ലേ, അല്ലെ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ കൈ മിററിൽ നേരെ ഇങ്ങനെ കാണിച്ചു നോക്കുക. അപ്പൊ കാണുന്ന ഇമേജ് എന്തായിരിക്കും? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ നമ്മൾ നോക്കി കാണുന്ന പോലെ ഇരിക്കും, അല്ലെ? ഈ കൈ ഇങ്ങനെ മിററിൽ കാണിച്ചാൽ നമ്മൾ കാണുന്ന ഫിഗർ എന്തായിരിക്കും മിററിൽ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ രൂപത്തിലുള്ള ആ ഒരു ഇമേജ് ആയിരിക്കും, അല്ലെ? അപ്പൊ മിറർ ഹാഫ് എന്താണെന്ന് നമ്മൾ 3rd ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആ മിറർ ഹാഫിനെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലാണ് നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ് 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ അല്ലെങ്കിൽ മിറർ ഹാഫ്സ് ആക്കാൻ സാധിക്കുന്നത്? ഈ ഒരു പാറ്റേണിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
ആ പാറ്റേൺ നമ്മൾ ഏത് വിധത്തിലൊക്കെ കട്ട് ചെയ്യുമ്പോഴായിരിക്കും രണ്ട് ഈക്വൽ ഹാഫ്സ് അല്ലെങ്കിൽ ഈക്വൽ മിറർ ഹാഫ്സ് അല്ല ഈക്വൽ മിറർ ഹാഫ്സ് കിട്ടുന്നത് ഏതൊക്കെ പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോഴായിരിക്കും? തീർച്ചയായും ഞാനിപ്പോ ഒരു ഇങ്ക് ഒരു പേപ്പറിനെ നടുക്ക് വെച്ചു, രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് മടക്കി ആ പേപ്പർ മടക്കി ഫോൾഡ് ചെയ്തു, ആ ഇങ്കിനെ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിപ്പിച്ചു. അപ്പോൾ ആ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ തുറന്നു നോക്കി, നല്ല മനോഹരമായ പാറ്റേൺ ആണ്. അപ്പൊ അതിനെ എനിക്ക് മിറർ ഹാഫ് ആക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പാറ്റേൺ എനിക്ക് ഈക്വൽ ഹാഫ്സും ആക്കണം, മിറർ ഹാഫും ആക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഏത് പ്ലെയിനിലൂടെ ആ ഒരു പേപ്പറിനെ കട്ട് ചെയ്യണം? ഞാൻ ഫോൾഡ് ചെയ്ത അല്ലെ, ആ സെന്ററിലാണ് ഞാൻ ആ ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തത് അല്ലെ, എന്നിട്ട് മടക്കി വെച്ചു. ഓക്കെ, അപ്പോഴെന്താണ് എനിക്കൊരു പാറ്റേൺ കിട്ടി. അപ്പോൾ ആ സെന്ററിൽ അല്ലെങ്കിൽ ഞാൻ ഫോൾഡ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ആ ഇങ്ക് ഒഴിച്ചു കൊടുത്ത ആ ഭാഗത്തിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ് അല്ലെ, ആ ഭാഗത്തിലൂടെ കട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു പാറ്റേൺ രണ്ട് ഇമേജസ് ആക്കി കിട്ടുന്നത്, മിറർ ഹാഫ് ആയിട്ടുള്ള രണ്ട് ഇമേജസ് ആക്കി കിട്ടുന്നത് അല്ലെ. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോ ഇൻ ഓൺലി വൺ വേ അല്ലെ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ യു ഡു ഇറ്റ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഒരൊറ്റ രീതിയിൽ കട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ ആ പാറ്റേണെ എനിക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, look at this pattern, page number 72. Look at this pattern. The dotted line divides the shape into two halves. കണ്ടില്ലേ, ഇവിടെ ഒരു കുട്ടി എന്താണ് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ടോ ആ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പാറ്റേണിന്റെ കറക്റ്റ് മിഡിലിൽ വരുന്നതാണ് ആ ഡോട്ടഡ് ലൈൻ. അപ്പൊ ആ ഡോട്ടഡ് ലൈൻ ആ ഒരു പാറ്റേൺ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി. ഓക്കെ, രണ്ട് തുല്യ അളവിലുള്ള രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി ആ ഡോട്ടഡ് ലൈൻ. ബട്ട് ഇഫ് യു ഫോൾഡ് ഇറ്റ് അലോങ് ദ ഡോട്ടഡ് ലൈൻ, ദ ലെഫ്റ്റ് half does not cover the right half completely, so the two halves are not mirror halves. ഓക്കെ, അപ്പൊ ഡോട്ടഡ് ലൈൻ ആ ഒരു പാറ്റേൺ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കിയെങ്കിലും മിറർ ഹാഫ്സ് ആക്കിയോ? ഇല്ല. കാരണം എന്താണ്? മിറർ ഹാഫ്സ് ആണെങ്കിൽ ഒന്നിന്റെ പുറത്ത് കൃത്യമായിട്ട് ഇരിക്കണം അല്ലെ, കൃത്യമായിട്ടിരിക്കണം. ആ ഒരു ഫിഗറിനെ ഫോൾഡ് ചെയ്തു, ആ ഡോട്ടഡ് ലൈനിന്റെ ആ ഭാഗം വെച്ച് ഒന്ന് മടക്കി വെച്ച് കൊടുത്ത് നോക്കിയപ്പോ കണ്ടോ, സെക്കൻഡ് ഇമേജ് കണ്ടോ? ആ ഒരു ഇമേജ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? ചില ഭാഗങ്ങളൊക്കെ പുറത്തോട്ടൊക്കെ ആ പർപ്പിൾ കളറിലെ ആ ഒരു ഉണ്ട പോലത്തെ അല്ലേ, ആ പുറത്തോട്ടൊക്കെ തള്ളി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ കറക്റ്റ് മറ്റേ ആ ഹാഫിന്റെ കറക്റ്റ് മിറർ ഇമേജ് അല്ല. മിറർ ഇമേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരുമിച്ച് എന്താണ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് ഒരുമിച്ച് മടക്കി വെക്കുമ്പോൾ ഒന്നിനെ ഓവർലാപ്പ് ചെയ്യാതെ അല്ലെ കറക്റ്റ് ആയിട്ട് കിട്ടിയാണ്. ഓവർലാപ്പ് ചെയ്തെങ്കിൽ ഒരിക്കലും മിറർ ഇമേജ് അല്ല അല്ലെ. അപ്പൊ ആ ഡോട്ടഡ് ലൈൻ മിഡ് ലൈനിലൂടെയാണ് ആ പാറ്റേണിന്റെ കടന്നു പോയെങ്കിലും ആ പാറ്റേൺ രണ്ട് ഈക്വൽ മിറർ ഇമേജ് ആക്കിയിട്ടില്ല. Okay, now look at another shape. If you fold it along the dotted line, one half will cover the other similar half completely. So the two here are mirror halves. കണ്ടില്ലേ, താഴെ കാണുന്ന ആ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് എന്താണ് മിഡിൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഡോട്ടഡ് ലൈൻ, മിഡിൽ ആ ഭാഗമാണ് ഡോട്ടഡ് ലൈൻ വെച്ച് സൂചിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് വെച്ചൊന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മടക്കി വെച്ച് നോക്കി. അപ്പം ആ പകുതി ലെഫ്റ്റ് സൈഡിലെ പകുതി റൈറ്റ് സൈഡിലെ പകുതിയുമായിട്ട് കൃത്യമായിട്ട് എന്താണ് കണ്ടോ, പുറത്തോട്ട് ഒരു ഭാഗവും ഓവർലാപ്പ് തള്ളി നിൽക്കാതെ കൃത്യമായിട്ട് മടക്കാൻ സാധിക്കുന്നെങ്കിൽ എന്താണ് മിറർ ഇമേജ് ആണ് അല്ലെ. ഒരു ഹാഫ് മറ്റേ ഹാഫിന്റെ മിറർ ഇമേജ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നൗ ഇമാജിൻ ദ സെയിം ഓഫ് ദീസ് പിക്ചേഴ്സ്. ഈ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ആ രണ്ട് പിക്ചേഴ്സ് കണ്ടോ, ആ പിക്ചേഴ്സിന് ആ ഒരു ബാഗിനെ എന്താണ് ആ ഡോട്ടഡ് ലൈൻ വെച്ച് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കണം. ആ സ്ലാൻഡിങ് ഡോട്ടഡ് ലൈൻ വെച്ച് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്താൽ ഒന്ന് മടക്കി വെച്ച് നോക്കിക്കേ. അപ്പോൾ ഒന്നിന്റെ പുറത്ത് കൃത്യമായി ഓവർലാപ്പ് ചെയ്തില്ലേ? കൃത്യമായി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ടും മിറർ ഹാഫ്സ് ആണ് എന്ന് പറയാൻ സാധിക്കുമോ? പക്ഷെ കൃത്യമായി ഓവർലാപ്പ് കൃത്യമായി എന്താണ് മടക്കി വെക്കുമ്പോൾ കൃത്യമായി ഓവർലാപ്പ് ചെയ്യാതെ കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ട് ഈക്വൽ ഏരിയ വെച്ചിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മിറർ ഹാഫ് ആകുകയില്ല. ഓക്കെ, അപ്പോ ഇത് കൃത്യമായി മടങ്ങി ഇരിക്കുന്നത് കൊണ്ട് അത് മിറർ ഹാഫ്സ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റ് ഫിഗർ കണ്ടോ,
ആ ഒരു സ്റ്റാർ, മഞ്ഞ സ്റ്റാറിന്റെ നടുക്കൂടെ ആ ഡോട്ടഡ് ലൈൻ വരച്ചു പോയിരിക്കുകയാണ്. ആ ഭാഗം വെച്ച് കട്ട് ചെയ്ത് ഒന്നിന്റെ പുറത്ത് മടക്കി വെച്ച് നോക്കി, അല്ലെങ്കിൽ ഒന്നിന്റെ പുറത്ത് വെച്ച് നോക്കി, അപ്പോഴും മിറർ ഹാഫ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ മിറർ ഹാഫ് ഇതിന്റെ പ്രത്യേകത എന്താണ്? രണ്ടും തുല്യ അളവായിരിക്കും. പിന്നെ ഒന്നിന്റെ പുറത്ത് വെച്ചാൽ കൃത്യമായി അത് അല്ലെ, പുറത്ത് ഒരു ഭാഗവും തള്ളി നിൽക്കാതെ കൃത്യമായി തന്നെ നമുക്ക് എന്താണ് ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി പേജ് നമ്പർ 73. മിറർ ഹാഫ് എന്നുള്ളതിന്റെ കൺസെപ്റ്റ് മിസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് തന്നതാണ്. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പേജ് നമ്പർ 73. Which shapes are divided into two mirror halves by the dotted lines? ഈ ഡോട്ടഡ് ലൈൻസ് കുറെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 തൊട്ട് എത്രയാണ് 15 ഫിഗേഴ്സ് ഉണ്ട്. ഈ 15 ഫിഗേഴ്സിൽ കൃത്യമായ നടുഭാഗത്തൂടെ ഡോട്ടഡ് ലൈനും കാണിച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻ ആ ഒരു ഇമേജിന് എന്താണ്, ഡോട്ടഡ് ലൈനിന്റെ ആ ഭാഗത്തൂടെ നമ്മൾ ആ ഒരു ഇമേജിനെ കട്ട് ചെയ്താൽ ആ കിട്ടുന്ന 2 ഹാഫ്സ് മിറർ ഹാഫ് ആണോ, അതിൽ ഏതൊക്കെ ഫിഗേഴ്സ് ആണ് മിറർ ഹാഫ് ആകുന്നത് എന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, which shapes are divided into two mirror halves by the dotted lines? നമുക്ക് നോക്കാം ഏതൊക്കെ ഇമേജസ് ആണ് ആ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് മിറർ ഹാഫ് ആയി മാറിയത്. ഏതൊക്കെ ഇമേജസ് ആണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇമേജ് നോക്കിക്കേ, ആ സ്റ്റാറിനകത്ത് എന്താണ്, ഒരു നടുക്കൂടെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഡോട്ടഡ് ലൈൻ പോയിരിക്കുകയാണ് അല്ലെ. അപ്പൊ മടക്കി നമ്മളൊന്ന് വെച്ച് നോക്കിക്കുക, അല്ലെങ്കിൽ ആ ഡോട്ടഡ് ലൈനിലൂടെ നമ്മൾ ആ ഫിഗറിനെ കട്ട് ചെയ്ത് മാറ്റി ഒന്നിന്റെ പുറത്തൊന്ന് വെച്ച് നോക്കി, എന്നിട്ട് നോക്കിക്കേ ഏതെങ്കിലും ഭാഗം പുറത്തോട്ടൊക്കെ തള്ളി നിൽക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റാറിലെ മുകളിലത്തെ ആ നടുക്കത്തെ ആ സ്റ്റാർ ഉണ്ടല്ലേ, ആ സ്റ്റാറിന്റെ അകത്തുള്ള ഷെയ്ഡഡ് ഭാഗം നോക്കിക്കേ. ആ ഷെയ്ഡഡ് ഭാഗം നമ്മൾ മടക്കി വെക്കുമ്പോൾ താഴത്തുള്ള ആ സ്റ്റാറിന്റെ ഷെയ്ഡഡ് ഭാഗത്തിന്റെ പുറത്തായി വരത്തില്ലേ? അപ്പൊ താഴത്തുള്ള ആ സ്റ്റാർ ഞാൻ വരച്ച് കാണിച്ചു. ഓക്കെ, ഇപ്പൊ നടുക്ക് സപ്പോസ് ആ സ്റ്റാറിന്റെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇത്രയും ഭാഗം ഷെയ്ഡഡ് ആണ്, പിന്നെ ഇത്രയും ഭാഗം ഷെയ്ഡഡ് ആണ്, പിന്നെ ഇത്രയും ഭാഗം ഷെയ്ഡഡ് ആണ്, പിന്നെ ഇത്രയും ഭാഗം ഷെയ്ഡഡ് ആണ്. ഓക്കെ, അപ്പോ ഇതിനെ കറക്റ്റ് ആയിട്ട് ആ മിഡിലൂടെ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആ ഡോട്ടഡ് ലൈൻ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. മിറർ ഹാഫ് അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് മിഡിലൂടെയാണ് കട്ട് ചെയ്ത് പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ ഈ ഒരു ഡോട്ടഡ് ലൈനിലൂടെ ഈ ഒരു ഫിഗറിനെ കട്ട് ചെയ്ത് മാറ്റി എന്താണ് ഫോൾഡ് ചെയ്ത് നോക്കി കൃത്യമായി നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം എന്താ, പുറത്തോടൊന്നും തള്ളി നിൽക്കത്തില്ല, കൃത്യം അളവിലൊന്നും ഒന്നിന്റെ പുറത്ത് തന്നെ ഇരിക്കും. പക്ഷേ ആ ഷെയ്ഡഡ് ഭാഗം നോക്കി, ആ ഷെയ്ഡഡ് ഭാഗം ഇവിടെയാണ് അല്ലെ. മടക്കി വെക്കുമ്പോഴോ ഒന്നിന്റെ പുറത്തോട്ട് മടക്കി വെക്കുമ്പോഴോ ആ ഷെയ്ഡഡ് ഭാഗം ഇവിടെ ആയിരിക്കണം വരണ്ടിയിരുന്നത്, താഴത്തെ സ്റ്റാറിന്റെ ഈ ഒരു ഭാഗത്തായിരിക്കണം വരണ്ടിയിരുന്നത്. പക്ഷെ അവിടെ എന്താണ്, വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ മിറർ ഹാഫ് എന്ന് പറയുമ്പോൾ എക്സാക്ട് നമ്മൾ കാണുന്നത് എന്തായിരിക്കണം, കറക്റ്റ് എന്തുകൊണ്ടും കളർ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും എക്സാക്ട് മിറർ ഹാഫ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റാറിന്റെ ഈ ഒരു ഷെയ്ഡഡ് ഭാഗം താഴത്തോട്ട് മടക്കി വെക്കുമ്പോൾ ഇവിടെ വൈറ്റ് ആയിരുന്നു, ഇവിടെ ഷെയ്ഡ് ആയിരുന്നെങ്കിൽ മിറർ ഹാഫ് ആണെന്ന് പറഞ്ഞേനെ. അതുപോലെ താഴത്തുള്ള ഈ സ്റ്റാറിന്റെ കളർ ചെയ്ത ഭാഗം മുകളിലോട്ട് മടക്കി വെക്കുമ്പോഴോ ഇവിടെയും ബ്ലാങ്ക് ആയിട്ട് വൈറ്റ് ആയിട്ട് കിടക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ ഇവിടെയും കളറും മുകളിൽ കളർ ഉണ്ടായിരുന്നെങ്കിലോ എന്തായിരുന്നേനെ, മിറർ ഹാഫ് ആയെന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ മുകളിൽ വൈറ്റ് ആയിട്ട് തന്നെ കിടക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു കോണിലും ഈ ഒരു ഭാഗം മാത്രമേ കളർ ആയിട്ടുള്ളൂ. നമ്മൾ ആ പകുതിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി മടക്കി വെക്കുമ്പോൾ ഈ താഴെ പകുതിയും ഷെയ്ഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഷെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, മറ്റേ ഫിഗറിന്റെ എക്സാക്ട് ആ മിറർ ഇമേജ് ആണെന്ന് പറയാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ വശം ഇതിന് താഴെ ഭാഗത്ത് മാത്രമാണ് കളർ ചെയ്തേക്കുന്നത്, മുകളിലും കൂടെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മടക്കി വെക്കുമ്പോൾ എന്താണ്, ഇതിപ്പം മടക്കി വെക്കുമ്പോൾ ഒരു ഭാഗം കളറും മറ്റേ ഭാഗം വൈറ്റും ആയിട്ടിരിക്കും. അതൊരിക്കലും സാധ്യമല്ല. മിറർ ഹാഫ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് എന്താണോ നമ്മൾ ഈ ഒരു കൈയെ എക്സാക്ട് എന്തായിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് മിററിന്റെ നേരെ വെക്കുമ്പോൾ കാണുന്നത് എന്തായിരിക്കും, എന്റെ കയ്യിൽ ഞാനൊരു പടം വരച്ചിട്ടുണ്ട്, അത് തന്നെ എനിക്ക് ക്ലിയറായിട്ട് കാണാൻ സാധിക്കണം അല്ലെ. അതുപോലെ തന്നെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം കൃത്യമായി
ഷെയ്ഡ് ചെയ്യപ്പെട്ടതാണ് താഴത്തെ ഭാഗം. പക്ഷെ മടക്കി വെക്കുമ്പോൾ മുകളിലോട്ടുള്ള ആ ഒരു ഈ ഒരു സൈഡിൽ തന്നെ മുകളിലത്തെ ഭാഗം എന്താണ് വൈറ്റ് ആണ്. അതുകൊണ്ട് എന്താണ് അത് മിറർ ഹാഫ് അല്ല. ഷേപ്പ് കൊണ്ട് ഓക്കെ ആയിരുന്നു, പക്ഷെ അതിനകത്തുള്ള ആ കളർ ഷെയ്ഡ്സ് കൊണ്ട് ഒരിക്കലും ഈ ഒരു ഇമേജിനെ നമുക്ക് മിറർ ഹാഫ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം, ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളിൽ ഈ ആശയം എത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഇനി 2 ഫിഗർ നോക്കിക്കേ. എന്താണ് മിറർ ഹാഫ് ആവത്തില്ല. കാരണം എന്താ, കറക്റ്റ് മിഡിൽ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒന്ന് പുറത്തോട്ട് മടക്ക് വന്നേക്കുന്നത് അല്ലേ. മുകളിലത്തെ ആ ഒരു ലൈൻ നോക്കിക്കേ. അതിന്റെ റൈറ്റ് ഭാഗം പുറത്തോട്ട് മടക്കി വെച്ചേക്കുന്നു. അതിൽ ആ ഒരു റെക്ടാങ്കിൾ ലെഫ്റ്റ് ഭാഗം, മുകളിലുള്ള ലെഫ്റ്റ് ഭാഗം അകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്നു. കട്ട് ചെയ്ത് വെച്ച് നോക്കിക്കേ, പറ്റത്തില്ല, അത് മിറർ ഹാഫ് അല്ല. ഇനി 3 ഒരു ലീഫാണ്. ലീഫിന്റെ കറക്റ്റ് മിഡിലൂടെയാണ് പോയേക്കുന്നതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടോ ഒരു ഓവൽ ഷേപ്പ് കൂടുതലായിട്ടാണ്, മറ്റു ഭാഗത്ത് ഒരു ഓവൽ ഷേപ്പ് കുറവായിട്ടാണ്. തീർച്ചയായും അതിനെ മടക്കി വെക്കുമ്പോൾ ഒന്നതിന്റെ പുറത്ത് എന്താണ് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് അത് മിറർ ഇമേജ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി ഫോർത്ത് ഫിഗറും കൃത്യമായ നടുക്കൂടെയാണ് ആ ഒരു ഡോട്ടഡ് ലൈൻ പോയിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഷെയ്ഡഡ് ഭാഗം വന്നതുകൊണ്ട് കണ്ടില്ല, ബ്ലൂ ഷെയ്ഡ് അകത്ത് വന്നിരിക്കുന്നു, തൊട്ടിപ്പുറത്തെ ഭാഗത്ത് വൈറ്റ് ഷെയ്ഡാണ്. അപ്പൊ ഒന്നിന്റെ പുറത്ത് വെക്കുമ്പോൾ കൃത്യമായ ഷേപ്പ് കൊണ്ട് ഒത്തു, പക്ഷെ അകത്തുള്ള കളർ കൊണ്ട് ഒത്തെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കളർ കൊണ്ട് എന്താണ് ആ വൈറ്റ് ഭാഗം കൂടി, അകത്തുള്ള ആ വൈറ്റ് ഭാഗം കൂടി ബ്ലൂ ആയിട്ട് ഷെയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ഒന്നിന്റെ പുറത്ത് വെക്കുമ്പോൾ കൃത്യമായി നമ്മൾ ആ ഒരു സൈഡ് തന്നെയാണ് ഇപ്പോഴത്തെ സൈഡ് എന്ന് നമുക്ക് കൃത്യമായ മിറർ ഇമേജ് ആണെന്ന് പറയാൻ സാധിച്ചേനെ. പക്ഷെ ഇത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തു, ഈക്വൽ ഷേപ്പും വന്നിട്ടുണ്ട്, പക്ഷെ ഷെയ്ഡ് വെച്ചിട്ട് അത് മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി നമ്പർ 5 ഒരു സ്റ്റാർ ആണ്. ആ സ്റ്റാറിനെ കൃത്യമായി നടുക്കൂടെ കട്ട് ചെയ്യുക, ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റി ഒന്നിന്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്ത് വെച്ചപ്പോൾ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നിന്റെ പുറത്ത് കൃത്യമായി തന്നെ മടങ്ങിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മിറർ ഇമേജ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഇനി 6ാമത്തെ ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ കൃത്യമായി മടക്കി വെക്കുമ്പോൾ എന്താണ്, 2 സൈഡും ബട്ടർഫ്ലൈയുടെ ഈക്വൽ അല്ലേ. 2 സൈഡും ബട്ടർഫ്ലൈയുടെ ഷെയ്ഡുകൾ കൊടുക്കുന്നതും ഈക്വൽ അല്ലേ. ഇതിവിടെ ഓറഞ്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രൗൺ ആണ്. മടക്കി വെക്കുമ്പോൾ എന്താണ് കൃത്യമായി ഒന്നിന്റെ പുറത്ത് കൃത്യമായി തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ അത് മിറർ ഹാഫ് ആണ്. അപ്പൊ 5ഉം 6ഉം കിട്ടി. ഇനി 7ന്റെ കാര്യവും കൃത്യമായി തന്നെ മടക്കി വെക്കുമ്പോൾ മിറർ ഇമേജ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ 5, 6, 7 ആയി. ഇനി 8ഉം കൃത്യമായ നിങ്ങൾ മിസ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾ ചിന്തിക്കുക. കൃത്യമായി 8ഉം മിറർ ഹാഫ് ആണ്. ഇനി 9 ബട്ടർഫ്ലൈയുടെ എങ്ങനെയാണ് ഹൊറിസോണ്ടലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മൂന്നിന്റെ പുറത്ത് അടങ്ങിയിരിക്കത്തില്ല അല്ലെ. കണ്ട കൊമ്പൊക്കെ മുകളിലുണ്ട്, താഴെ കൊമ്പുണ്ടോ? ഇല്ല. മടക്കി വെക്കുമ്പോൾ ആ ഭാഗമൊക്കെ പ്രൊജക്ട് ചെയ്ത് വെളിയിലോട്ട് ഇരിക്കത്തില്ലേ. അതുകൊണ്ട് എന്താണ് കൃത്യമായി അത് മിറർ ഇമേജ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇനി 10ന്റെ കാര്യത്തിലും എന്താണ് ഷെയ്ഡ്സിൽ ഉണ്ടായ പ്രോബ്ലം കാരണം എന്ത് പറ്റും? പച്ചയുടെ നേരെ താഴത്തും ആ പച്ച തന്നെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ മുകളിൽ പച്ചയും താഴെ റോസോ മടക്കി വെച്ച് നോക്കിക്കേ. അപ്പോൾ ഒന്നിന്റെ പുറത്ത് കൃത്യമായ ഷേപ്പ് കൊണ്ട് ഒത്തല്ലേ, പക്ഷെ കളർ കൊണ്ട് ഷെയ്ഡ് കൊണ്ട് അത് മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി 11 ഏതാണ്? 11 എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് എന്ന് കാണിക്കുന്ന ഒരു എംബ്ലമാണ്. അപ്പോൾ ആ ഒരു ഒന്ന് കറക്റ്റ് ആ മിഡിലൂടെ കട്ട് ചെയ്ത് പോയി ഒന്ന് മടക്കി വെച്ച് നോക്കി. നടുക്കത്തെ ആ ക്രോസ് ലൈൻ അല്ലെ, നടുക്കത്തെ ആ ക്രോസ് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ എന്താണ് മടക്കി വെക്കുമ്പോൾ ഈ താഴത്തെ ഭാഗം എന്തായി ഇവിടെ വരും അല്ലെ. അതുകൊണ്ട് എന്ത് പറ്റി കാണിച്ചു തരാം. നടുക്കത്തെ ആ ഒരു ക്രോസ് ലൈൻ കണ്ട, ഈ ഒരു ക്രോസ് ലൈൻ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്തായി മടക്കി വെക്കുമ്പോൾ ഇവിടെ വരും അല്ലെ. അപ്പൊ അത് കൃത്യമായ മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഷേപ്പ് കൊണ്ട് ഒത്തു, പക്ഷെ അകത്ത് ആ കളർ ആ ഒരു ക്രോസ് ലൈൻ വന്നതുകൊണ്ട് ഒന്നിന്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്യില്ല. അതുകൊണ്ട് എന്താണ് മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഇനി 12 നമുക്ക് കാണുമ്പോഴേ പറയാൻ സാധിക്കും അത് മിറർ ഹാഫ് അല്ല. ഇനി 13ന്റെ ആ ഒരു
ഫിഷിന്റെ പകുതി അല്ലെ. ഒന്ന് മുകളിലത്തെ ആ ഒരു ഹെഡിന്റെ ഭാഗം നല്ലപോലെ പൊങ്ങി നിൽക്കുന്നു, താഴത്തെ അത്ര നല്ല ഓവൽ ഷേപ്പ് എന്താണ് ഒരു സർക്കിൾ ഷേപ്പ് പോലെയാണ്. അപ്പോൾ അത് കൃത്യമായ മിറർ ഹാഫ് അല്ല. ഇനി 14 ആണെങ്കിലോ അത് ഒരിക്കലും മിറർ ഹാഫ് അല്ല അല്ലെ. ഇനി 15 ആകുമ്പോഴോ 15 കൃത്യമായി മിറർ ഹാഫ് ആണ്. അപ്പോൾ ഏതൊക്കെ ഫിഗേഴ്സ് ആണ് 1 to 15 എങ്കിൽ ഏതൊക്കെ ഫിഗേഴ്സ് ആണ് കൃത്യമായി മിറർ ഹാഫ് ആണെന്ന് പറയാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ്? 5, 6, 7, 8, 15. ഓക്കെ. ഇനി പേജ് നമ്പർ 74. Here is the picture of a dog. നിങ്ങൾ 5, 6, 7, 8, 15 ആ ഫിഗറിന് ഒരു ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ. In mirror games, here is the picture of a dog. You can place a mirror on a dotted line. Then the part of the dog to the right of the line will be the hidden behind the mirror. What you will see is like A. Okay, ഇതൊരു ഡോഗിന്റെ ഫിഗർ ആണ്. ബോക്സിനകത്ത് ഡോഗിന്റെ ഫിഗർ ഉണ്ടോ? ആ ഫിഗറിൽ ഒരു നടുക്കൊരു ബ്ലൂ ലൈൻ കൊടുത്തേക്കുന്നുണ്ടോ? നടുക്കല്ല, ഏകദേശം ആ ഒരു ഹെഡിന്റെ ഭാഗത്ത് താഴത്തോട്ട് ലെഗിന്റെ അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ, ബ്ലൂ ലൈൻ കൊടുത്തേക്കുന്നുണ്ടോ? ആ ബ്ലൂ ലൈനിന്റെ അവിടെ നിങ്ങൾ ഒരു മിറർ വെച്ച് നോക്കുക, ഒരു കണ്ണാടി വെച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ ആ കണ്ണാടിയിൽ കാണുന്നത് എന്താണ്? ഓക്കെ, ആ ഒരു ഹെഡിന്റെ ഭാഗവും ആ ഒരു ലെഗിന്റെ ഭാഗവും നിങ്ങൾക്ക് അത് ആ ഒരു ഭാഗത്തിന്റെ മിറർ ഹാഫ് നിങ്ങൾക്ക് എന്താണ് ആ കണ്ണാടിയിലൂടെ കാണാൻ സാധിക്കും. അതാണ് ഈ എ എന്ന നെക്സ്റ്റ് ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു പച്ച ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന കണ്ണാടിയാണ്. ആ കണ്ണാടിയുടെ അകത്ത് കാണുന്ന ഫിഗർ എന്താണ്? കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ഡോഗിന്റെ ആ ഒരു ബ്ലൂ ലൈനിന്റെ അവിടെയാണ് നിങ്ങൾ ആ മിറർ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ പുറകോട്ടുള്ള ഭാഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ആ ബ്ലൂ ലൈനിൽ വെച്ച് മിറർ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ കാണുന്ന ആ ഹെഡിന്റെയും ലെഗിന്റെയും ആ ഒരു മിറർ ഹാഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് എ എന്ന ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി look at the figure in the white box. On which of the dotted lines will you keep the mirror so that you get the shape B? Also tell which part of the picture will be hidden when we keep the mirror on the dotted line. കണ്ടോ, ഈ ഒരു ബോക്സിനകത്ത് നടുക്കുന്ന ഒരു ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ടും അല്ലെ വെർട്ടിക്കൽ ആയിട്ട് താഴത്തോടും ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടും ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ മിറേഴ്സ് വെച്ച് കൊടുത്താലാണ് ബി എന്ന് കാണുന്ന ആ ഒരു ഫിഗേഴ്സ് 2 മിറർ ഹാഫ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ മിററിൽ കാണുന്ന ഇമേജസ് ആ ഒരു ഫിഗറിൽ എവിടെ ഏത് പൊസിഷനിൽ മിറർ വെച്ച് കൊടുത്താലാണ് ആ ഇമേജ് കിട്ടുന്നത് എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായും ഒരു മിറർ എടുക്കുക. ആ മിറർ എടുത്ത് ഈ ഒരു വെർട്ടിക്കൽ ലൈനിനെ പുറത്ത് വെച്ച് നോക്കുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ഭാഗത്തിന് ഹെഡ് ഭാഗത്തിന്റെ മിറർ ഇമേജ് നിങ്ങൾക്ക് ആ മിററിൽ കാണാൻ സാധിക്കും അല്ലെ. അതെങ്ങനെ ഇരിക്കും? ഏകദേശം നിങ്ങൾക്ക് ആ മിറർ വെച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതെങ്ങനെ ഇരിക്കും? മുകളിലത്തെ ഫിഗർ പോലെ ഇരിക്കും. ഇനി ഹൊറിസോണ്ടൽ ആയിട്ട് ഓക്കെ, ആ വട്ടത്തിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അവിടെ നിങ്ങളൊന്ന് വെച്ച് നോക്കിക്കേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മിറർ ഹാഫ് കാണാൻ സാധിക്കുന്നത്? എങ്ങനെയായിരിക്കും? അതെങ്ങനെയായിരിക്കും എന്നെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് മിറർ ഹാഫ് ഏതാണ്, ബിയിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പക്ഷെ എ എന്ന് ബിയിൽ കാണുന്ന ആ ഒരു മിറർ ഹാഫ് മിസ് പറഞ്ഞു തരാണ്. ആൻസർ എന്താണ്? വെർട്ടിക്കൽ ഭാഗത്ത് നിങ്ങൾ വെച്ച് നോക്കുമ്പോഴായിരിക്കും കൃത്യമായി എന്താണ് ബി എന്ന് കാണുന്ന ആ ഫിഗർ കിട്ടുന്നത്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോൾ വേറൊരു ഫിഗർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അത് മിറർ വെച്ച് നോക്കി തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ വെർട്ടിക്കൽ ആയിട്ടാണ് ഹൊറിസോണ്ടൽ ആയിട്ടോ മിറർ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ബി എന്ന ആ ഒരു ഫിഗർ കിട്ടുന്നത്? ആൻസർ പറഞ്ഞിരുന്നു വെർട്ടിക്കൽ ആയിട്ട് തന്നെ നീളത്തിൽ വെർട്ടിക്കൽ ആയിട്ട് തന്നെ മിറേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ബി എന്ന ഫിഗർ കിട്ടുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഡോട്ടഡ് ലൈൻ. ഇനി now make a line on the white box to show where you will keep the mirror to get the picture next to it. Okay, ഇനി ഓരോ ബോക്സുകളിൽ ഓരോ ഡോഗ്സിന് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഡോഗിന്റെ ഏതൊരു പൊസിഷനിലാണ് മിറർ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സി ഫസ്റ്റ് ബോക്സ് നേരെ സി ആ സി എന്ന മിറർ ഇമേജ് കിട്ടുന്നത് എപ്പോഴായിരിക്കും? ഏത് രീതിയിലാണ് ആ മിറർ വെച്ച് കൊടുക്കുമ്പോഴാണ് സി എന്ന ഇമേജ് കിട്ടുന്നത്? ആ ഒരു ഫസ്റ്റ് ബോക്സ് ആ ഡോഗില് നിങ്ങൾ മിറർ എടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഏത് രീതിയിൽ വെക്കുമ്പോഴായിരിക്കും ഈ സി പോലുള്ള ഫിഗർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? നിങ്ങളെ ഈ ടെക്സ്റ്റ് ബുക്കിലെ പകുതി ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവും, പിന്നെ ബാക്കി പകുതി എവിടെ ആയിരിക്കും നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ആ മിററിലും കാണാൻ സാധിക്കും അല്ലെ. അപ്പോൾ രണ്ടും കൂടെ നോക്കിക്കേ. ഇത് സി പോലുള്ള ഇമേജ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അങ്ങനെയെങ്കിൽ ആ ഒരു പൊസിഷൻ എങ്ങനെ വെക്കുമ്പോഴാണ് ആ സി ഇമേജ് കിട്ടുന്നത്?
എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഡോട്ടഡ് ലൈൻ ആ മിറർ വെക്കുന്ന ആ ഒരു ദിശയിൽ ആ ഒരു രീതിയിൽ ഒരു ഡോട്ടഡ് ലൈൻ വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി താഴത്തെ ബോക്സ് നോക്കി. കണ്ടോ, ആ രണ്ടാമത്തെ ബോക്സിൽ ആ ഡോഗിന്റെ എവിടെ വെച്ചാലായിരിക്കും ഡി എന്ന ആ ഒരു മിറർ ഇമേജ് കിട്ടുന്നത്? മിറർ എവിടെ വെക്കുമ്പോഴായിരിക്കും ഡി എന്ന ആ മിറർ ഇമേജസ് കിട്ടുന്നത്? എവിടെ വെക്കുമ്പോഴായിരിക്കും? ഏകദേശം ഒരു ചരിഞ്ഞ സ്ലാൻഡിങ് ഹൊറിസോണ്ടൽ പൊസിഷൻ ഹെഡിനടുത്തായിട്ട് മിറർ വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഡി എന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഡി എന്ന ഇമേജ് ടെക്സ്റ്റ് ബുക്കിലും മിററിലുമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് നോക്കുക. മിസ് ഈ ഒരു പേജിന്റെ ഫോട്ടോ ഈ ഒരു ക്ലാസ്സിന്റെ കൂടെ ഗ്രൂപ്പിൽ ഇട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് അത് കണ്ട് മനസ്സിലാക്കി മിറർ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ഫിഗർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡോട്ടഡ് ലൈൻ പെൻസിൽ ഉപയോഗിച്ച് സ്കെയിൽ ഉപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഓക്കെ, മിറർ വെക്കുന്ന ആ ഒരു പൊസിഷനാണ് ഡോട്ടഡ് ലൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഈ താഴത്തെ ആ ഒരു മൂന്നാമത്തെ ഡോഗ്, ആ ഡോഗിനെ എവിടെ വെക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഇ എന്ന ഇമേജ് കിട്ടുന്നത്? ആ ഡോഗിനെ എവിടെ മിറർ വെക്കുമ്പോഴായിരിക്കും ഇ എന്ന പിക്ചർ കിട്ടുന്നത്? എവിടെ വെക്കുമ്പോഴായിരിക്കും? അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ആ ഡോഗിനെ എവിടെ മിറർ വെക്കുമ്പോഴായിരിക്കും എഫ് എന്ന ആ ഒരു ഇമേജ് കിട്ടുന്നത്? ടെക്സ്റ്റ് ബുക്കിലും മിററിലുമായിട്ട് എഫ് എന്ന ആ ഒരു കംപ്ലീറ്റ് ഇമേജിലെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലും മിററിലുമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മിറർ എവിടെ വെക്കണമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, മിസ് തന്നെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. അതുപോലെ തന്നെയാണ് പേജ് നമ്പർ 76-ലെ Winky has made a red and white sheet. Make a line on the white box where you will keep a mirror to get that sheet. Look at how the line is drawn in the first box to get the picture next to it. അതുപോലെ തന്നെ വെങ്കി എന്താണ് ഒരു റെഡും വൈറ്റും ഉപയോഗിച്ച് കുറച്ച് ബോക്സ്, ഈ ഒരു ബോക്സിനെ കണ്ടില്ലേ, ഈ ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ എവിടെ ആ ഫിഗറിന്റെ എവിടെ മിറർ വെക്കുമ്പോഴായിരിക്കും കണ്ടില്ലേ ആ റോസ് എ എന്ന് കാണുന്ന ആ റോസ് ഒരു റൗണ്ടിനകത്ത് ഫസ്റ്റ് ഒരു ബോക്സിൽ ഒരു ഈ വെങ്കി ഉണ്ടാക്കിയ ഒരു ബോക്സ് ഉണ്ട് അല്ലെ, ആ ബോക്സിൽ എവിടെ മിറർ വെക്കുമ്പോഴായിരിക്കും തൊട്ടിപ്പത്തെ ഇമേജ് കിട്ടുന്നത്? കണ്ടില്ല, അവിടെ ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോട്ടഡ് ലൈനിലൂടെ നിങ്ങൾ മിറർ വെച്ച് നോക്കുക. അപ്പോഴെന്ത് കിട്ടും? ടെക്സ്റ്റ് ബുക്കിന്റെ ഹാഫ് ഉണ്ടാവും, ബാക്കി നിങ്ങളുടെ മിററിൽ ഹാഫ് കിട്ടും. ആ ഒരു ഇമേജ് ഇങ്ങനെ ഇരിക്കും അല്ലെ ഏകദേശം. ഇനി ബിയില് ആ ഒരു ബോക്സിനകത്തുള്ള ആ ഒരു ഇമേജിനെ മിററിൽ എങ്ങനെ മിറർ എവിടെ പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും തൊട്ടിപ്പുറത്ത് ആ ഒരു ഇമേജ് കിട്ടുന്നത്? അത് മിസ് എവിടെ വെക്കണം എന്നുള്ളത് ഡോട്ടഡ് ലൈനിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. മിറർ വെച്ച് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. മിസ് ഈ ഒരു പേജിന്റെയും ഫോട്ടോ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇനി ഡിയിലും അങ്ങനെ തന്നെ ആ ഒരു ഇമേജ് ആ ഒരു ഫസ്റ്റ് ആ ഒരു ബോക്സിനകത്തുള്ള ആ ഒരു വെങ്കി ഉണ്ടാക്കിയ ആ ഒരു ഷേപ്പിനെ എവിടെ മിറർ വെക്കുമ്പോഴായിരിക്കും തൊട്ടിപ്പുറത്തെ ഫിഗർ കിട്ടുന്നത്? ഇയും അങ്ങനെ തന്നെയാണ്, സിയും അങ്ങനെ തന്നെയാണ്. അല്ലാതെ മിറർ വെച്ച് നോക്കുക തന്നെ ചെയ്യണം. ഓക്കെ, എന്നാലേ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാനാണ്, പഠിക്കാനായിട്ട് ഏകദേശം ഒന്നുമില്ല. എല്ലാം നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.